എല്ലാവരും സുഖമായിരിക്കുന്നില്ല. നമുക്കിന്ന് കൂൺ വെച്ച് മഷ്റൂം വെച്ച് നമുക്കിന്ന് ഒരു ബിരിയാണി വെക്കാമേ. അതിന് ഞാൻ മഷ്റൂം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പിടിയൊക്കെ വെട്ടുന്ന സമയത്ത് മഷ്റൂം കാണാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഇത് ഞാൻ നടുവ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ മഷ്റൂം വെച്ച് നമുക്ക് ബിരിയാണി വെക്കാം. അതിന് വേണ്ടത് ബേ ലീഫ്, അതിനകത്ത് ഇതുണ്ട്, നമുക്ക് കറുവാപ്പട്ടയുണ്ട്, പിന്നെ അതിനകത്ത് നമുക്ക് ഏലക്കയുണ്ട്, പിന്നെ ഒരു തക്കാളി 4 കുരുവൊക്കെ കളഞ്ഞ് വെച്ചാണ്. കുരാന്ന് അരിയണം. ഇത് നൈസായിട്ട് അരിയണേ, കനം കുറച്ച് ചെറിയതായിട്ട് അരിയണം. പിന്നെ ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് കുരാന്ന് അരിയണം. ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമുക്ക് വേണ്ടത് മല്ലിയില. ഇനി നമുക്ക് ഓയിലിനകത്ത് നമുക്ക് നെയ്യ് ഒഴിച്ച് എടുക്കാമേ. അപ്പോൾ നമുക്ക് ഇതിനകത്തൊക്കെ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ഓയിലുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കാഷ്യൂ, മുന്തിരി ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതേ ഒന്ന് മൂത്തോട്ട് കേട്ടോ. ആ സമയത്തേക്ക് നമുക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാമേ. ചെറു തീ വേണേ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ്, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കണ്ടോ, 6 വെളുത്തുള്ളി അല്ലിയും ഒരു ശകല ഇഞ്ചിയും കൂടാണ് ഇട്ടിരിക്കുന്നത്. നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ആ വറക്കാൻ വെച്ചിരിക്കുന്ന പിന്നെ മുന്തിരിയൊക്കെ ഞാനിങ്ങനെ എടുത്ത് മാറ്റിയായിരുന്നേ. അപ്പോൾ അതിനകത്ത് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളുണ്ടല്ലോ, ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് വെച്ചാൽ ഈ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട്. നമ്മൾ ആ ക്യാരറ്റ് ഒരു ശകല കുനുകുനാന്ന് അരിഞ്ഞത്, നേർമയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. ഒരു ചെറു തീ വേണം ഇടാൻ. ഇതെല്ലാം കൂടെ ഇതിനകത്താണ് സെറ്റാകും. ഇനി നമുക്കിതിലേക്ക് എന്ത് വേണമെന്നറിയാം, ഞാൻ 2 സവോള ചെറുതായി ഇട്ടിട്ടുണ്ടായിരുന്നു, പറഞ്ഞ് നൈസായിട്ട് അരിഞ്ഞത്. അത് നമ്മളിട്ട് കൊടുക്കുന്നു. ഒരു ലേശം ഉപ്പ് ആവശ്യമാണ്, ഞാൻ ഇത്രയും ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറു തീയിൽ വഴറ്റി ചെറുതായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കൊരു ശകലം വേണമെങ്കിൽ ഇത് മഞ്ഞളിട്ട് കൊടുക്കാം. ഏകദേശം ബ്രൗൺ കളർ വരണേ. നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് തുറക്കാം. ഇതൊന്ന് പെട്ടെന്ന് ഉള്ളിയൊക്കെ ഒന്ന് വടലും. ചെറിയ തീ വേണം, ഉടനെ ഒരു നല്ല മണം വരുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ കൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇനി നമ്മളിതെന്ത് ചെയ്യണമെന്നറിയാം, നന്നായിട്ട് ഇതൊന്ന് ചെറു തീയിലിടാവും. ഇത് നമ്മൾ നല്ലതായിട്ട് അടച്ച് വെക്കും. നമുക്ക് ഈ കൂണിന് വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ഇതിൽ തന്നെ വെള്ളമുണ്ട്. നന്നായിട്ട് അടച്ച് വെക്കുന്നു. നമുക്കിത് വീണ്ടും തുറക്കുന്നു. അപ്പോൾ ഈ കൂൺ അധികം വേവില്ലല്ലോ, അപ്പോൾ അതിൻ്റെ വെള്ളം കണ്ടോ നിങ്ങൾ. അപ്പോൾ അതിൽ എരിവ് വേണ്ടാത്തവർക്ക് ഇങ്ങനെ എടുക്കാം. എരിവ് വേണ്ടവർക്ക് ഇച്ചിരി മീറ്റ് മസാലയും കുരുമുളക് പൗഡറും കൂടെ ചേർക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റണം. അപ്പോൾ എരിവ് വേണ്ടാത്തവർക്ക് അതിന് മുമ്പേ എടുക്കാം. അപ്പോൾ ഞാൻ മീറ്റ് മസാലയും കുരുമുളക് പൊടിയും ഇച്ചിരി ചേർത്തിട്ടുണ്ട്. ശകല ഉപ്പ് വേണമായിരുന്നേ, അത് ചേർത്തു. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, തിരിച്ചതിന് മുമ്പേ ഉള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി എന്താണെന്നറിയാം, മല്ലിയില ഇച്ചിരി ഇട്ട് കൊടുക്കാം കേട്ടോ. പുതിന വേണ്ടവർക്ക് ഇച്ചിരി പേരിന് നമ്മൾ മറ്റേ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ വീണ്ടും ഇത് അടച്ചു വെച്ചു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ആ വെള്ളത്തിൻ്റെ ഒരു ഇത് മാറിയിട്ടുണ്ട്. വീണ്ടും ഇത് കുഴച്ച് കൊടുക്കുന്നു. നൈസായിട്ട് വേണം, ഇച്ചിരി കൂടെ ഒക്കെ വേവാനുണ്ട്. ഇനിയിപ്പോൾ ഒരു പരുവായിട്ടുണ്ട്. നമുക്ക് അടിക്കുമ്പോൾ അറിയാമല്ലോ. ഇനി
മല്ലിയിലയൊക്കെ ആയിട്ടുണ്ട്. ഇനി എന്താണെന്നറിയാം, നമ്മുടെ ചോറ് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ചേർക്കുവാണേ. ശരിക്കും പറഞ്ഞാൽ ഈ വെക്കേഷനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് എന്നാണെന്നറിയാം, ശരി മല്ലിയിലയൊക്കെ അങ്ങോട്ട് തൂവി കൊടുക്കണം. പുതിനയുള്ളവർക്ക് പുതിനയും ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് ഇതിങ്ങനെ കളർഫുള്ളായിട്ട്. എന്നിട്ട് എന്താണെന്ന് പറയുക, ഇതിങ്ങനെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കണം, മുന്തിരി ഇട്ട് കൊടുക്കണം. വീണ്ടും അതിൻ്റെ പുറത്ത് എന്താണെന്ന് പറയുക, കുറച്ചുകൂടെ ഒരു ലെയർ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമ്മൾ ചൂടായി തണുത്തതിന് ശേഷം ഇങ്ങനെ കേട്ടോ. ഇതെന്താണെന്ന് പറയാം, വീണ്ടും നമ്മൾ ഈ മല്ലിയിലയൊക്കെ വീണ്ടും ഇട്ട് കൊടുക്കണം കേട്ടോ. കാണാവോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, മുന്തിരി ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ മഷ്റൂം ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, നന്നായിട്ട് ഇതിനെ അങ്ങോട്ടൊന്നുകൂടെ അടയ്ക്കണം. നമുക്കതൊന്ന് തുറന്ന് കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ, ചെറിയ തീയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതിന് പുറത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാവേ. നെയ്യ് വേണ്ടവർക്ക് ഒഴിച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ ആ രീതി തന്നെ മാറും. പെട്ടെന്നൊരു വരുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് തുറക്കാം. കണ്ടോ, സ്ലോ ചെയ്ത് നിർത്തിയിടാം. നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റിലുള്ള മഷ്റൂം ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ഉപ്പ് ചേർക്കേണ്ടവർക്ക് ചേർക്കാം. എരിവ് കുരുമുളക് പൊടി മീറ്റ് മസാല കേട്ടോ, അത് ചേർക്കേണ്ടവർക്കും ചേർക്കാം. അപ്പം ബൈ എല്ലാവർക്കും.